തണുപ്പ് മാറും മുന്നേ ഉള്ള കുളി അധികം പിടിക്കാത്ത ഉണ്ണി മുത്തശ്ശിയെ പറ്റി ചോദിക്കയറുന്നത് മുത്തശ്ശന്റെ മടിയിലേക്കാ. മടിയിൽ കയറിയ പിന്നെ മുത്തശ്ശന്റെ അടുത്തുനിന്ന് ഒരു കഥ, അത് ഉണ്ണിക്ക് നിർബന്ധം. അങ്ങനെ മുത്തശ്ശൻ ഉണ്ണിക്ക് വേണ്ടി ഒരു കഥ പറയാൻ തുടങ്ങി. ഒരിടത്തൊരിടത്ത് കുറെ ചെറിയ മനുഷ്യർ സന്തോഷത്തോടെ ജീവിച്ചൊരു കുഞ്ഞു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടുത്തെ ഏക ഉപജീവന മാർഗം കൃഷിയാണ്. പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് മണ്ണിന്റെ ഘടനയ്ക്കും വ്യത്യാസം വന്നതോടെ അവർക്ക് രോഗങ്ങളും ബാധിച്ചു തുടങ്ങി. അതിന്റെ ഭയത്താൽ മനസ്സുരുകിയുള്ള അവരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ദൈവം ദുഃഖങ്ങളെല്ലാം കേട്ട ശേഷം പറഞ്ഞു, ശരീരശുദ്ധിയാണ് ഇതിനുള്ള ഏക പ്രതിവിധി. ഇതിനായുള്ളതെല്ലാം ഞാൻ ഈ ഭൂമിയിൽ തന്നെ 11 ഇടങ്ങളിലായി കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന് മുന്നിൽ എത്തുമ്പോൾ ഞാൻ അതിലൊരു ദൈവിക പ്രകാശം അടയാളമായി നൽകും. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർക്ക് മുന്നിൽ വന്ന ആ പ്രകാശം മാഞ്ഞുപോയി. അങ്ങനെ നീണ്ട തിരച്ചിലിനൊടുവിൽ 11 ഇടങ്ങളിൽ നിന്നും അവർക്ക് മുന്നിൽ ഒരേ സമയം ചില വസ്തുക്കൾ പ്രകാശിക്കാൻ തുടങ്ങി. അതെല്ലാം ശേഖരിച്ച ചേരുവകളെല്ലാം ഒരു വലിയ തട്ടിൽ അവർ സജ്ജീകരിച്ച ശേഷം ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നും അവർ ഏറ്റുവാങ്ങിയ ശരീരശുദ്ധിക്കായുള്ള കരി ഉൾപ്പെടെയുള്ള 6 ചേരുവകൾ കൂടി യോജിപ്പിച്ചു. പ്രാർത്ഥനയോടെ അത് ശരീരത്തിൽ ലേപനം ചെയ്ത ശേഷം അവിശ്വസനീയമായി അവരിൽ വന്ന വലിയൊരു മാറ്റം ശരിക്കും അവരെ തന്നെ അത്ഭുതപ്പെടുത്തി. വ്യാധികൾ മാറുന്നതിനൊപ്പം ഇന്ന് വരെ കാണാത്തൊരു ചൈതന്യം അവർക്ക് പരസ്പരം അനുഭവിച്ചറിയാനായി. അങ്ങനെ ആ ചേരുവകളെ തങ്ങളുടെ നാടിന്റെ ഐശ്വര്യമായി കണ്ടവർ അതിനെ ലോകത്തിന് മുന്നിൽ നിന്ന് മറച്ചു പിടിച്ചു. പക്ഷെ അത് ഒരിക്കൽ പുറം ലോകം അറിഞ്ഞു. ഇത്രയും പറഞ്ഞ് കഥ നിർത്തിയ ശേഷം മുത്തശ്ശൻ ഉണ്ണിയോടായി പറഞ്ഞു, അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് മുത്തശ്ശൻ അറിയത്തില്ല. അതെന്റെ ഉണ്ണി തന്നെ കണ്ടെത്തണം. എന്നാൽ സംശയങ്ങളോടെ നടന്ന ഉണ്ണിക്ക് അത് കണ്ടെത്താൻ അധികം സമയമെടുക്കേണ്ടി വന്നില്ല. കാരണം Bubbles, infinite essence from the core of nature.